ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ CPM നടപടി വൈകുന്നതിൽ CPIക്ക് ആശങ്ക. നടപടി വൈകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നാണ് CPI വിലയിരുത്തൽ. ഇന്നലെ ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നേതാക്കൾ ഈ ആശങ്ക പങ്കുവച്ചത്. ഇന്നലെ നടന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പത്മകുമാറിനെതിരായ CPIഎമ്മിന്റെ സംഘടനാ നടപടി വൈകുന്നതിൽ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചത്. അച്ചടക്ക നടപടി വേണോ വേണ്ടയോ എന്നതൊക്കെ CPIഎമ്മിന്റെ ആഭ്യന്തര വിഷയമാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന പത്മകുമാറിനെതിരായ നടപടി വൈകുന്നത് മുന്നണിയാകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരായ നടപടി വൈകുന്നത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കും. ഇത്തരം ചർച്ചകൾ വ്യാപകമാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് CPI നേതാക്കളുടെ ആശങ്ക. കുറ്റപത്രം വന്ന ശേഷം മാത്രം നടപടി മതിയെന്ന നിലപാടൊന്നും സാധാരണ ജനങ്ങൾക്ക് ദഹിക്കുന്നതല്ലെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. വിശദമായ ചർച്ച നടന്നിട്ടും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മൗനം പാലിച്ചു. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന തീരുമാനത്തിന്റെ ഭാഗമാണ് മൗനമെന്നാണ് സൂചന. എന്നാൽ പത്മകുമാറിനെ CPIഎം സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. സ്വർണം കട്ടതിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കട്ടവൻ പുറത്തു വരണം. തന്ത്രിമാരെ സംശയത്തിന് നിഴൽ നിർത്തി യഥാർത്ഥ കള്ളന്മാർ തന്ത്രി പോലും അറിയാണ്ടാണ് സ്വർണം അടിച്ചുകൊണ്ടുപോയിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഇല്ലാത്തതിനെ ചോദ്യം ചെയ്ത് BJPയും രംഗത്തുണ്ട്. പത്മകുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ, പിന്നെ എങ്ങനെ പുറത്താക്കും? സംഘടിതമായ കുറ്റകൃത്യമാണ്. ക്ഷേത്രങ്ങൾ തകർക്കാനും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും പാർട്ടി തലത്തിലെടുത്ത തീരുമാനമാണിത്. അതാണ് ശബരിമല സമരകാലത്ത് നമ്മൾ കണ്ടത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ആ കാലത്ത് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണമടക്കമുള്ള പൊതുസ്ഥിതി വിലയിരുത്താൻ 29-ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.